അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതേ തലേദിവസം ഇതുപോലെ എല്ലാ പരിപാടിയും തീർത്ത് അടുക്കളയിൽ ഇങ്ങനെ ഇടുവാണെങ്കിലേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടേ. അത്ര വൃത്തിയൊന്നുമില്ല, എന്നാലും ഉള്ളത് ഓണം പോലെ നമ്മുടെ പാത്രമൊക്കെ കഴുകി ഒന്ന് തൂത്ത് തുടച്ചിടുവാണെങ്കിലേ. അപ്പോൾ ഇന്നലെ എനിക്ക് സമയം കിട്ടിയത് കാരണം ഈ വക പരിപാടികളെല്ലാം കഴിഞ്ഞു. ചില ദിവസം മാത്രമേ നടക്കാറുള്ളൂ കേട്ടോ, ചില ദിവസം എല്ലാം ചീറ്റിപ്പോവും. അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ച് ഒന്ന് വൃത്തിയായിട്ട് നേരെ അടുക്കള കയറാവേ. ആദ്യം തന്നെ എൻ്റെ പതിവ് പോലെ തന്നെ നമുക്ക് കാപ്പി തിളപ്പിക്കാം. അതൊന്ന് കുടിച്ചൊരു 5 മിനിറ്റ് ഇരുന്നാൽ മാത്രമേ ഒന്ന് ഒരു നല്ലൊരു ദിവസം ആരംഭിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഫീലാട്ടോ. എനിക്കാണെങ്കിൽ നല്ലതായിട്ട് മധുരം വേണം, ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എല്ലാത്തിനും. അച്ചാച്ചനാണ് നേരെ ഓപ്പോസിറ്റാണ്, ഒന്നിനും അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് മധുരം വേണ്ട കേട്ടോ. പക്ഷെ ഞാനല്ല ആദ്യം കുടിക്കുന്നത്, അത് കാരണം ഞാൻ നല്ല മധുരമായിട്ട് തന്നെ വെക്കും കേട്ടോ. ചില ദിവസം വന്നിരുന്ന് കുടിക്കും, ചില ദിവസം പറയും തേങ്കാപ്പി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പോവേ. എന്തായാലും ഞാൻ കാപ്പി വെച്ചു, ആ കൂട്ടത്തിൽ തന്നെ പാലൂടെ അങ്ങ് തിളപ്പിക്കുവാണ്. കാരണം കുഞ്ഞ് എപ്പോൾ എഴുന്നേക്കുമെന്ന് അറിയത്തില്ലാത്ത കാരണം പാലും കൂടെ ആ കൂട്ടത്തിൽ തന്നെ അങ്ങ് വെച്ചു കേട്ടോ. അവൾക്ക് ഞാൻ ഇപ്പോഴാണ് പഞ്ചസാര ഇടുന്നത്, നേരത്തെ ഒന്നിൽ പനങ്കൽക്കണ്ടോ ചക്കരയോ ഇതിലേതെങ്കിലുമൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ചപ്പാത്തിയും കിഴങ്ങറിയാണ്. അതിന് നമുക്ക് ഫസ്റ്റ് നമ്മുടെ കുക്കറൊക്കെ എടുത്തിവിടെ വെച്ച് കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നേരെ കുക്കറിലിട്ടൊന്ന് വേവിക്കും. എല്ലാവരും എഴുന്നേറ്റോ? എന്തൊക്കെയാ പരിപാടി? അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല സുന്ദര കുട്ടനായിട്ട് എടുക്കാവേ. കണ്ട, ഇത് തൊലി കളയണമെന്നില്ല കേട്ടോ, നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചുമ്മാ നാലായിട്ട് അങ്ങ് പൊളന്നിട്ട് വേവിച്ചാലും മതി. എന്നിട്ട് പിന്നെ നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് തൊലി പൊളിക്കാൻ എളുപ്പമുണ്ട്. ചിരണ്ടാൻ മടിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിച്ചിങ്ങ് എടുത്താൽ മതി കേട്ടോ, വേഗം പരിപാടി കഴിയും. വലിയ പീസാക്കി തന്നെ ഞാൻ അങ്ങ് ഇടുവാണേ. ഇതുപോലെ വലിയ പീസാക്കി തന്നെ ഇട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ സവോള, പച്ചമുളക്, ഇഞ്ചി, ഇതിനകത്ത് കുറച്ച് സാധനം മതി കേട്ടോ, വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എളുപ്പം വെക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനിന്ന് കുക്കറിനകത്തിട്ട് വേവിക്കാൻ വെക്കുവാണേ. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതായത് കാരണം ഇതിങ്ങനെ വലിയ പീസാക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിച്ച് നമ്മുടെ ചുമന്നുള്ളി അല്ലെങ്കിൽ സവോള പിന്നെ പച്ചമുളക് മാത്രമേ ഉള്ളൂ ഇതിന്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ കിഴങ്ങ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ. ഇതിനിടവഴി ഞാൻ അച്ചാച്ചനോട് സംസാരിക്കുമായിരുന്നേ, ഇനി അങ്ങോട്ട് ഉത്സവങ്ങൾ തുടങ്ങാൻ പോകും അമ്പലത്തിലൊക്കെ. അപ്പോൾ ഈ വക എല്ലാ കാര്യത്തിനും ഇന്ന് വൈകിട്ട് ഞാനും പോകും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാ അവിടെ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത അമ്പലത്തിലൊക്കെ ഉത്സവമാണ്, അപ്പോൾ ഗാനമേളയും പരിപാടികളും ഒക്കെ ഉണ്ട്. എന്നൊക്കെ പോകണം, എന്നൊക്കെ കൊണ്ടുപോകത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കേട്ടോ. നമ്മുടെ അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ കിഴങ്ങൂടൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി. ഇത് ഇരിക്കും തോറും കുറുകും, അതുകൊണ്ട് ആവശ്യത്തിന് ചാറിൻ്റെ കണക്കൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് ശരിയാക്കി എടുത്തോണേ കറി. അപ്പം ഞാൻ ആദ്യമേ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ചപ്പാത്തിയുടെ പരിപാടിക്ക് കയറുവാണെങ്കിലേ വേഗം കാര്യങ്ങളങ്ങ് നടന്നോളുമല്ലോ. ആവി പറക്കുന്ന നല്ല സൂപ്പർ കിഴങ്ങറി റെഡിയായ. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും, സിമ്പിൾ. കണ്ടോ, നമ്മുടെ കിഴങ്ങ് കറി റെഡിയായി. ഇനിയിപ്പം നമ്മുടെ ചപ്പാത്തി പരിപാടിക്കകത്തോട്ട് കയറാം. നമ്മുടെ റേഷൻ കടയിലെ പൊടി തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു ഓരോ മാസം എങ്ങാണ്ട് 3 പാക്കറ്റ് വെച്ച് അങ്ങനെ എങ്ങാണ്ടാണ് കിട്ടുന്ന കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട്, ഇന്ന് ഞാൻ ചൂടുവെള്ളം ഒന്നും എടുക്കുന്നില്ല, പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്.
അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം കൂടി പോകരുത്, വെള്ളം കുറഞ്ഞും പോകരുത്. ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ അതിൻ്റെ പാകമൊക്കെ നമുക്കങ്ങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുവേ. അത് കുഴച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഞാൻ എണ്ണ ഒഴിക്കുമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ എണ്ണ ഒഴിക്കാൻ എടുത്തപ്പോഴാണ് ഓർത്തത് കുപ്പി കാലിയാണ് മകളി. എന്താണേലും എണ്ണ ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അതൊന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. അപ്പം അതൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കുഴച്ച് പകുതിയായി വന്നതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുവാണ്. ഇത് ഞാൻ ഒത്തിരി നേരം ഒന്നും കുഴച്ച് വെക്കുന്നൊന്നുമില്ല, കുഴച്ചങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പരത്തി അങ്ങ് ഉണ്ടാക്കുവാണേ. കാരണം ഓൾറെഡി സമയം പോയി, അവന് കൊടുത്തു വിടുകയും കൂടെ ചെയ്യേണ്ടതല്ലേ. ചെറുക്കൻ എന്താ കൊടുത്തു വിടുന്നത് ഉച്ചക്കത്തേക്ക്. അതുകൊണ്ട് വേഗം തന്നെ പരത്തുക, ഉണ്ടാക്കുക, ഇതെല്ലാം ഒരേ ടൈമിൽ അങ്ങ് നടത്തുവാണല്ലേ വേഗം. അല്ലെങ്കിൽ പരത്തി വെച്ചിട്ട് പിന്നെ ചൂടാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സമയം വീണ്ടും പോവുകയല്ലേ. അതുകൊണ്ട് എല്ലാം ഒരേപോലെ അങ്ങ് നടത്തിയേക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചപ്പാത്തി പരിപാടികളൊക്കെ നടത്തുന്നത്? ഈ ചപ്പാത്തി ഉണ്ടാക്കാനും ഇഷ്ടമാണ്, അത് കഴിക്കാനും ഇഷ്ടമാണ്. ചപ്പാത്തി, പൂരി ഈ വക സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ദോശ ഇഡലിയോടൊന്നും മിക്ക ദിവസവും ഇതൊക്കെ ഉണ്ടാക്കിയായിരിക്കും ഇപ്പം വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടുകാരെ കൂടാതെ തന്നെ എൻ്റെ കൊച്ചിൻ്റെ, അതായത് എൻ്റെ സുട്ടൻ മോൻ്റെ സ്കൂളിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അമ്മയുണ്ട്. ചേച്ചിയുടെ പേര് ടീന എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ. ചേച്ചി സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ചേച്ചിയുടെ കൊച്ച് പറഞ്ഞായിരുന്നു. എന്നും രാവിലെ ഇപ്പം മിക്കവാറും എൻ്റെ ഈ വീഡിയോനാണ് അവരുടെ വീട്ടിൽ ഓടുന്നതെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ചേച്ചി ഒത്തിരി നന്ദിയുണ്ട്, എന്നും ഇതിരുന്ന് കുത്തിയിരുന്ന് കാണുന്നത് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ കേൾക്കുമ്പോൾ രസമാണ്. അപ്പോൾ ഇത് പരത്തുക, ഉണ്ടാക്കുക, ഈ വക കാര്യങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് നടന്നു പോവുകയാണ്. ഇനി ഇതൂടെ ഉള്ളൂ, പിന്നെ ഈ ചോറിൻ്റെ കറിയുടെ കാര്യത്തിനകത്തോട്ട് പിന്നെ കടന്നാൽ മതി കേട്ടോ. രാവിലത്തെ പരിപാടികളൊക്കെ ഒരുമാതിരി ഒതുങ്ങി. ഇതിൻ്റെ ഇടയിൽ ഇതെൻ്റെ രണ്ടാമത്തെ കാപ്പുടിയാണ്. പിന്നെ ഞാൻ ചായ എടുത്തില്ല, കാപ്പിക്കകത്ത് തന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരെയൊക്കെ വിട്ടിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ചായ ഇടാം. ഇതാ എൻ്റെ കടവാവിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സുട്ടാപ്പിയാണ് ഒരു ദിവസം ചെല്ലുന്നോറും എനിക്ക് തോന്നുന്നു ഇവൻ ക്ഷീണിച്ച് വരുവാന്ന് തോന്നുന്നു കേട്ടോ. ഹായ് ഒക്കെ പറഞ്ഞ് പല്ലൊക്കെ പോവാ. 1 മണിക്കൂർ വിളിച്ചിട്ട് ഇപ്പം എഴുന്നേക്കുന്നതേ. അപ്പം അവനുള്ള വെള്ളവും അവൻ്റെ ചപ്പാത്തിയും കറിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. തിളപ്പിച്ചാറിച്ച വെള്ളമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്, എന്തുമാത്രം കുടിക്കുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. നാല് ചപ്പാത്തി ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. ഇനി മിക്കവാറും കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. 3 അവൻ കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എപ്പോഴും എന്തെങ്കിലും വെക്കുവാണെങ്കിൽ ഒരെണ്ണം കൂടുതലേ വെക്കത്തുള്ളൂ കേട്ടോ. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാം ഷെയർ ചെയ്യുമല്ലോ. എൻ്റെ കൊച്ച് ഇതുവരെ എഴുന്നേറ്റില്ല. എന്തായാലും പാലൊക്കെ ഞാൻ കുപ്പിക്കകത്ത് ഒഴിച്ചങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചേട്ടോ. ഇന്ന് എന്താണ് താമസിച്ച് എഴുന്നേറ്റത്? രാത്രി കിടക്കാനും താമസിച്ചു. ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് അവൾ ഉറങ്ങിയത്. ഞാനിന്ന് ചോറ് ഗ്യാസിലോട്ട് അങ്ങ് വെച്ചേട്ടോ, അടുപ്പ് കത്തിക്കാൻ നിന്നില്ല. ഒന്നാമത് വിറക് എനിക്ക് അവിടെ പോയി എടുക്കാനായിട്ട് മടിയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അത് കാരണം കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ടങ്ങ് ഇട്ടു. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് നിർത്തിയിടുവേ. പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ തിളപ്പിക്കും, പിന്നെയും നിർത്തും. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ചോറ് വേവിച്ചെടുക്കുള്ളേ. അതിൻ്റെ ഇടയിൽ ഞാൻ കോവയ്ക്കായും കൂടെ അങ്ങ് എടുത്തു കേട്ടോ, ഉച്ചക്കത്തേക്ക് മെഴുക്കുവരട്ടി വെക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ചാട്ടോ ഞാൻ ഇടുന്നത്. കോവയ്ക്കായും നമ്മുടെ പച്ചമുളക്, സവോളയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിരുമ്മിയിട്ട് അങ്ങ് കടുക് വറുത്ത് ചേർക്കത്തേ ഉള്ളേ. വെള്ളം ഒന്നും ഒഴിക്കാതെ അങ്ങ് വേവിച്ചാൽ മതിയേ, ചെറിയ തീയിലിട്ട്. അന്നേരം നല്ല മൊരിഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അപ്പനും മോളും കൂടെ ബ്രഷ് തപ്പുക, കുഞ്ഞിൻ്റെ ബ്രഷ് കണ്ടില്ലെന്നും പറഞ്ഞോട്ടെ. ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും നോക്കിയാൽ ഒരിക്കലും കാണത്തില്ലെന്നേ ഉള്ളൂ. ഇന്നെന്താണോ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ ഉടനെ പല്ല് തേക്കാന്നൊക്കെ പറഞ്ഞോണ്ടാ.
തേക്കത്തൊന്നുമില്ല, അതുവഴിയൊക്കെ കറങ്ങി ഇടന്നിട്ട് അങ്ങ് പോകും. അച്ചാച്ചൻ ബ്രഷുമായിട്ട് ഇറങ്ങിയോണ്ട് പോയെന്നേ ഉള്ളൂ കേട്ടോ. ആരാ നേഴ്സായിട്ടോ? ആ, അപ്പൊ നമുക്ക് പോവാം. പപ്പടമൊക്കെ വേണോ? പപ്പടം വേണ്ടേ ഇന്ന്? ബിസ്ക്കറ്റ് വേണോ? വെള്ളം വേണോ? അപ്പൊ പോ. ഏക്ക് എഴുതിയോ? അപ്പൊ ഞാൻ പിള്ളേരെയൊക്കെ വിട്ടു. ചെറുക്കനെ കൊണ്ട് സ്കൂളിലും വിട്ടു, പെണ്ണിനെ അംഗനവാടിയിലും വിട്ടു. അപ്പൊ എന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. മീനൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല. അത് കാരണം എന്ത് കറി വെക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഇങ്ങനെ മുന്നിലുണ്ട്. ഓൾറെഡി കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെച്ചു, കുറച്ച് തൈരിരിപ്പുണ്ട്. പിന്നെ ഇനി എന്ത് എന്നുള്ള ഞാൻ ആലോചിക്കണം. ഇനി എന്താണ് ഇനി അടുത്തത് ഉണ്ടാക്കേണ്ടത്. മീനുണ്ടെങ്കിൽ പിന്നെ സത്യത്തിൽ വേറൊരു കറി വേണ്ടേ. ഇനി എന്തുവാണോ ഞാൻ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക്. മീൻ ഇന്ന് നമ്മുടെ ഇതുവഴിയൊക്കെ വരും, മീൻകാർ വരുവേ. ഇപ്പം നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു അച്ചായനുണ്ട്. അച്ചായൻ്റെ അടുത്തൊന്ന് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ച് ചെന്നപ്പോൾ അവിടെ മത്തിയും അയലും ഇത് രണ്ടിനോടും. മത്തി ഇന്നലെ കൊണ്ടാണ് വറുത്ത് തീർത്തത്. അപ്പൊ ഇനി അത് വേണ്ട. അയലയോടും അത്ര വലിയ കോളില്ല. അപ്പൊ ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചില്ല. എന്തെങ്കിലും ഉണ്ടാക്കാം അല്ലേ. ഞാൻ ചായ വെക്കാൻ പോവാ. ചായയും കുടിച്ച് പിന്നെ ചപ്പാത്തിയും കിഴങ്ങറിയില്ലായിരുന്നോ, അപ്പൊ ആദ്യം അതൊന്ന് കഴിക്കട്ടെ. കഴിച്ചാലേ ഞാനൊന്ന് സെറ്റ് ആവത്തുള്ളൂ. കാരണം 2-3 ദിവസമായിട്ട് ഫുഡ് കഴിപ്പൊന്നും സെറ്റ് ആവാത്ത. ഞായറാഴ്ച കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച ഒന്നും നടന്നില്ല. ആകെ മൊത്തത്തിൽ കൈവിട്ട് പോയ പരുവായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് ഫുഡ് കഴിപ്പ് തീരെയില്ല. എന്നാൽ കഴിക്കോ സമയത്ത് അതുമില്ല. അങ്ങനെ കഴിക്കാതായിട്ട് കിളി പോയ മട്ടായിരുന്നു ഞായറാഴ്ച. അതുകൊണ്ട് ഒരു പരിപാടി നടന്നില്ല. പിന്നെ വ്യാഴാഴ്ച വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പം ഞങ്ങളുടെ വല്യമ്മച്ചി മരിച്ചായിരുന്നേ. വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അമ്മ. പ്രായമുള്ള ആളായിരുന്നു, അത്യാവശ്യം നല്ല ഏജ് ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് 106 വയസ്സുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് സമയം വരെ നല്ല ഓർമ്മയുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു, ഞങ്ങളെയൊക്കെ തിരിച്ചറിയുമായിരുന്നു, ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു. കിടപ്പാണോന്ന് ചോദിച്ചാൽ കിടപ്പായിരുന്നു, എന്ന ആള് ഓക്കെ ആയിരുന്നു എന്തായാലും. എത്ര പ്രായമായെന്ന് പറഞ്ഞാലും അപ്പുറത്ത് പണി നടക്കുന്നതിന്റെ സൗണ്ടാണ്. ഇതുകൊണ്ട് സെറ്റ് ആവുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് ആണ്. എത്ര പ്രായമായാലും ശരി, എത്ര വയ്യാഴികയായിട്ട് കിടക്കുവാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഇല്ലാതായി കഴിയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു വിഷമമാണ്. ഇപ്പൊ വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയൊക്കെ ആയപ്പോൾ മരിച്ചു. ഞങ്ങൾ ഞായറാഴ്ച പോയായിരുന്നു. ഞായറാഴ്ച പോയി സംസാരിച്ചു. ഞങ്ങളോടൊക്കെ എല്ലാവരും തിരിച്ചറിയായിരുന്നു അമ്മച്ചിക്ക്. എല്ലാവരോടും സംസാരിച്ചു, വർത്താനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചു. പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കണം, എത്രത്തോളം പഠിപ്പിക്കാവോ അത്രത്തോളം അവരെ പഠിക്കണം, വീടൊക്കെ പണിയണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. കൊച്ചുമോനല്ലേ എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്തും സംസാരിച്ച് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയായപ്പോഴത്തേക്ക് മരിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ അടക്കിയത്. അപ്പൊ അതൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് നേരെ ചൊവ്വേ ഫുഡ് കഴിപ്പും സെറ്റായില്ല, ഒന്നും ശരിയായില്ല. അല്ലെങ്കിലേ ഞാൻ കഴിക്കത്തില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങളോട് ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടും കഴിക്കത്തില്ല. അപ്പൊ അതൊക്കെ കാരണം അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞായറാഴ്ച ആയപ്പോ ഞാൻ എൻ്റെ സകല കൺട്രോളും പോയി. പിന്നെ എനിക്ക് ഒട്ടും വയ്യാണ്ടായി. അതാണ് പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ ഇടയ്ക്കൊന്നും പറ്റാഞ്ഞത്. പിന്നെന്താ, പിന്നെ വിശേഷം. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ അങ്ങ് റൊട്ടീൻ തുടങ്ങാം. എൻ്റെ കണ്ണൊക്കെ കണ്ടോ, ആകെ പെട്ടെന്നാ. ഞാൻ 2 ദിവസം ഒന്ന് ഫുഡ് കഴിപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പം ഞാൻ ആകെ വല്ലാതായി. നോക്കിക്കേ, ആകെ മൊത്തത്തിൽ പോയി. പിന്നെന്താ വിശേഷം. ഈ മരണം എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞതും വിഷമിച്ചതും എൻ്റെ വല്യമ്മച്ചി പോയപ്പോഴായിരുന്നേ. അതായത് എൻ്റെ പപ്പാടെ അമ്മ മരിച്ചപ്പോഴായിരുന്നു ജീവിതത്തിൽ അതിൻ്റെ ഒരു ദുഃഖം ഞാൻ അറിഞ്ഞത്. ഇപ്പൊ 1.5 വർഷമൊക്കെ ആയി. ഞാൻ അന്ന് വീഡിയോസ് കാണിച്ചില്ല. ഞാൻ വീട്ടിൽ പോയ സമയത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചില്ലായിരുന്നു.
അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ന്യൂജൻ അമ്മച്ചിയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി. കാരണം എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും, വല്ല ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാലും, ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ, ഡാൻസ് കളിക്കാൻ പറഞ്ഞാലോ, എന്തോ പറഞ്ഞാലും ആദ്യം മുന്നിൽ നിൽക്കുമായിരുന്നേ. അപ്പൊ ഞങ്ങൾ ആരും തന്നെ അതിൽ നിന്ന് അത്ര അങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല. കാരണം അന്ന് മറക്കാൻ പറ്റാത്ത ഒരു അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും തമ്മിൽ. കോട്ടയത്തെ കോട്ടമ്മ എന്നായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ വന്നപ്പോൾ ഞങ്ങളതെല്ലാം ഷോർട്ടാക്കി കോട്ടയെന്നാക്കി. അപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അത് കോട്ടയായിരുന്നു. കോട്ടയം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. കാരണം എൻ്റെ വലിയമ്മച്ചിയുടെ രുചി അറിയാത്തത് ആരുമില്ല. കാരണം എന്തുണ്ടാക്കിയാലും ആ പിള്ളേർക്കൂടെ അല്ല അവർക്കൂടെ, ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ അവർക്കൂടെ എന്ന് പറഞ്ഞിട്ട് അവർക്കും കൊടുത്തു വിടുമായിരുന്നു. എൻ്റെ അപ്പൊ അമ്മച്ചി മരിച്ചു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞത്, എൻ്റെ ദൈവമേ എടി അന്നത്തെ ആ താറാവ് കറി ഇപ്പോഴും ഇരിക്കുന്ന വായിൽ, അത്രയും ടേസ്റ്റ് ആയിരുന്നു, അയ്യോ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രത്തോളം എല്ലാവർക്കും ഭയങ്കര ഒരു വലിയ അറ്റാച്ച്മെന്റ് ആയിരുന്നു വല്യമ്മച്ചിയോട്. ജനിച്ചാൽ മരിക്കണ്ടല്ലേ? മരിച്ചെന്ന് ഞങ്ങളാരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല സത്യത്തിൽ. ഞാനിപ്പോൾ എവിടെ പോയാലും ഇറങ്ങിയാലും എന്ത് ഉണ്ടെങ്കിലും, എന്ത് ചെയ്യുന്നതിന് മുമ്പും, എന്ത് കാര്യങ്ങൾക്കും കോട്ടെ ഇത് ഇന്ന് ചെയ്യുകയാണ്, അല്ലെ കോട്ടെ ഇങ്ങനെ പോവാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇല്ലാന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അപ്പൊ നമുക്ക് ചപ്പാത്തി കഴിക്കാവേ. ഇങ്ങനെ സെന്റ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യം ശരിയാത്തില്ല. നമുക്ക് നമ്മുടെ ഫുഡ് കഴിപ്പിലേക്ക് കിടക്കാം, അല്ലെങ്കിലേ പണി പാളും. ഇനി ഞാൻ സമയത്ത് ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് നല്ല പണി കിട്ടും എന്നുള്ള പേടി എനിക്കുള്ളത് കാരണം ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി എന്തോന്ന് കറികൾ ഉണ്ടാക്കണം ഉച്ചയ്ക്ക് എന്നുള്ളതിനെ കുറിച്ച് കൂലങ്കഷിതമായിട്ട് ഞാൻ ആലോചിക്കണം. അപ്പൊ നമുക്ക് കഴിക്കാം. കിഴങ്ങ് കറി, ചപ്പാത്തി കഴിക്കാം. ബാ. പിന്നെ എന്റെ ചായ ഇനി ഞാൻ രാവിലെ ഒന്നും കുടിച്ചില്ലടാ. ചായ കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ. ചായ കുടിച്ചില്ലായിരുന്നു. എല്ലാം ഇനി ഒന്ന് കൺട്രോൾ ആക്കി വരണം. കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലെന്ന് മനസ്സിലായി. ഇനി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വരട്ടെ. അപ്പൊ ബാ. ഇന്നലെ എൻ്റെ ചെറുക്കൻ ഒരു ഓൺലൈൻ വഴി ഒരു ചെരുപ്പ് വാങ്ങിച്ചാണ്. കറക്റ്റ് സൈസ് ആയിരുന്നു കേട്ടോ. പുള്ളിക്ക് അങ്ങനെ ഇങ്ങനെ സെറ്റ് ആകാത്ത കിട്ടി സൈസ്. എന്റെ കുഞ്ഞിന്റെ പ്രാർത്ഥനയൊക്കെ കേട്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.